ഈ ബാഗ് മോഷ്ടിച്ച പ്രതികളെ കോഴിക്കോട് നിന്നും പിടികൂടി എന്നുള്ളതാണ്. പരപ്പനങ്ങാടി സ്വദേശികളായ റസൽ, ആഷിഖ് എന്നിവരാണ് പിടിയിലായത്. പന്നിയങ്കര പോലീസാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ കൊടും കുറ്റവാളികളെന്ന് പോലീസ് അറിയിച്ചു. പ്രസാദ് ഉറുമ്പശ്ശേരിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നമുക്കിപ്പം പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ പമ്പിലെ ജീവനക്കാരൻ ഉറങ്ങുന്ന സമയത്ത് ആ ബാഗ് വന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. 10-50,000-ഓളം രൂപ നഷ്ടപ്പെട്ടു എന്ന് പിന്നീട് പമ്പ് ഉടമ തന്നെ പറയുകയും ചെയ്തു. ഈ പണം തിരികെ കിട്ടിയിട്ടുണ്ടോ? ഈ പ്രതികളുടെ പശ്ചാത്തലം എന്താണ്? പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതുലക്ഷ്മി, കോഴിക്കോട് പന്നിയങ്കര പോലീസാണ് ഇപ്പോൾ ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. ഈ പ്രതികളെ കുറിച്ച് പോലീസ് തന്നെ പറയുന്നത് ഇവർ കൊടും ക്രിമിനൽസ് ആണ് എന്നുള്ളതാണ്. ഇവർക്കെതിരെ ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെ വിവിധ സ്റ്റേഷനുകളായി പല കേസുകളുമുണ്ട്. അതായത് സ്ഥിരമായിട്ടുള്ള മോഷ്ടാക്കളാണ്, അന്തർജില്ലാ മോഷ്ടാക്കളാണ്. ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ബൈക്ക് മോഷ്ടിച്ച് വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ ഷോപ്പുകളിലും പെട്രോൾ പമ്പുകളിലും എല്ലാം തന്നെ മോഷണം നടത്തി പണവുമായി മുങ്ങുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ പാലക്കാട് വടക്കഞ്ചേരിയിലെ പന്തലാമ്പാടത്ത് അവർ എറണാകുളത്തു നിന്നും ഒരാളുടെ ബൈക്ക് മോഷ്ടിച്ച് അവിടുത്തെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചുകൊണ്ടാണ് അവർ പാലക്കാട് ഭാഗത്തേക്ക് വന്നത്. അങ്ങനെയാണ് പെട്രോൾ പമ്പിൽ അവിടുത്തെ ഉറങ്ങി, ആ സമയത്ത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ജീവനക്കാരൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയത്ത് സമീപത്ത് വെച്ചിരുന്നുള്ള ബാഗ് എടുത്തവർ അവിടെ നിന്നും കടന്നു കളയുന്നു. പന്നിയങ്കര പോലീസ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ പ്രതികളുടെ പുറകിലുണ്ടായിരുന്നു. അവിടെയും 3-4 കേസ് ഇവർക്കെതിരെയുണ്ട്. അതും ഇതേപോലെ തന്നെ ഇവർ ബൈക്ക് മോഷ്ടിച്ചതിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ പോയി കവർച്ച നടത്തുക, പിന്നീട് ആ ബൈക്ക് പൊളിച്ചു വിൽക്കുക, ഇതാണ് ഇവരുടെ രീതി. അങ്ങനെ പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ 4 കേസുണ്ടെന്നാണ് അവിടുത്തെ CI വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടെയും ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോയി. അപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി പ്രതികളെ തേടി തന്നെ ഈ പോലീസ് അന്വേഷണ സംഘം നടക്കുകയായിരുന്നു. അങ്ങനെ അവർ ഇന്നലെ ഇവിടുത്തെ പാലക്കാട് നിന്നുള്ള മോഷണം കഴിഞ്ഞ് ഇവരുടെ നാട് പരപ്പനങ്ങാടി സ്വദേശികളായ റസൽ, ആഷിഖ്, അപ്പൊ ഇവർ പരപ്പനങ്ങാടി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ പോവുകയും ഇവരുടെ വീടിന്റെ പരിസരത്ത് വെച്ച് രണ്ടുപേരെയും പിടികൂടുകയും ചെയ്തു. ഈ പിടികൂടുന്ന സമയം അല്പം സാഹസികമായിട്ടാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഈ മൽപ്പിടുത്തത്തിനിടയിൽ ഒരു പോലീസുകാരന്, വിജേഷ് എന്ന് പറയുന്ന സിവിൽ പോലീസ് ഓഫീസർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അത്ര ഗുരുതരമല്ല. പക്ഷേ ഈ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കുറെ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുണ്ട് എന്നുള്ളതാണ്. ശരി പ്രസാദ്, വ്യക്തമാണ്.